പതിവ് പോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഖനന അഴിമതി കേസിലാണ് നടപടി. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. നിലവിലെ ഗതാഗത മന്ത്രി ചമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രിയാകും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു. അച്യുതൻ, പ്രതീക്ഷിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ഉടൻ തന്നെ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈലി, ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഒരു വശത്തെ രാഷ്ട്രീയ നീക്കങ്ങളും മറുവശത്ത് ഇഡിയുടെ നാടകീയമായിട്ടുള്ള ചില രംഗങ്ങളുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ കണ്ടത്. ഇതിൽ ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ഇപ്പോൾ ഇഡി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 9:30 ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ഇഡി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഇഡിയോട് ഒറ്റ കാര്യം മാത്രമാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നത്. അതായത് ആദ്യം താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും, അതിനുശേഷം മാത്രമേ ഈ അറസ്റ്റ് മെമ്മോയിൽ അടക്കം ഒപ്പിടുകയുള്ളൂ എന്നായിരുന്നു ഹേമന്ത് സോറൻ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം. ആ ആവശ്യം ഇഡി അംഗീകരിക്കുകയായിരുന്നു. ഇഡി സംഘം ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹവുമായി രാജ്ഭവനിലെത്തി അദ്ദേഹം ഈ രാജി ഗവർണർക്ക് നൽകുകയും ഗവർണർ ഈ രാജി സ്വീകരിക്കുകയും ചെയ്തു. നിലവിൽ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ചമ്പൈ സോറനായിരിക്കും അധിക സ്ഥാനം ഏറ്റെടുക്കുക. അതായത് JMMന്റെ ഒരു മുതിർന്ന നേതാവാണ് ചമ്പൈ സോറൻ. ഹേമന്ത് സോറന്റെ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയാണ്. ഇതിനു മുൻപും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ JMMന്റെ ഒരു മുതിർന്ന നേതാവാണ്. ആ അദ്ദേഹത്തെ തന്നെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ MLA-മാരും മുന്നോട്ട് വെച്ച ഒരു നാമം. അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. എന്തായാലും ഹേമന്ത് സോറിനെ ഇഡി കുരുക്കിയിരിക്കുന്നു. വലിയ നീക്കങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച ഹേമന്ത് സോറൻ ചില രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് ഡൽഹിയിൽ വന്നിരുന്നു. അന്ന് ഇഡി സംഘവും ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 36 ലക്ഷം രൂപയും 2 ആഡംബര കാറുകളും പിടിച്ചെടുത്തു. തുടർന്ന് അന്നേ ദിവസം തന്നെ റാഞ്ചിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലും ഇഡി സംഘം നിലയുറപ്പിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. അദ്ദേഹം റോഡ് മാർഗമായിരുന്നു ഡൽഹിയിൽ നിന്നും റാഞ്ചിയിലേക്ക് എത്തിയത്. അത്തരം നീക്കങ്ങൾ അദ്ദേഹവും സ്വീകരിച്ചു. അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഹേമന്ത് സോറൻ രാഷ്ട്രീയ കരുക്കൾ നീക്കിയത്. ഇന്നലെ നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തു. ആ കക്ഷിയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൂചനകളും നൽകി. അങ്ങനെയാണ് ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശത്തിൽ അത് ഈ ചമ്പൈ സോറിനെ അതിലേക്ക് MLA-മാർ എത്തിച്ചത്. അങ്ങനെ പല നീക്കങ്ങൾ, ഇതിന്റെ തയ്യാറെടുപ്പുകൾ JMM സ്വീകരിച്ചു. മറുവശത്ത് ഇഡി ഹേമന്ത് സോറിനെ കൊടുക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളുമാണ് നടത്തിയത്. ഇന്ന് നീണ്ട 7 മണിക്കൂറിന്റെ ഒടുവിലെ ചോദ്യം ചെയ്യൽ 7 മണിക്കൂറാണ് നീണ്ടത്. ആ 7 മണിക്കൂറിന് ശേഷമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് മറ്റ് നീക്കങ്ങൾ, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ നടപടികളിലേക്കും ഇഡി കടന്നത് അവസാന ഈ 7 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിലാണ്. നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു. രാജ്ഭവനും അതുപോലെ തന്നെ ഇഡിയുടെ ആസ്ഥാനം, ഹേമന്ത് സോറിന്റെ വസതി, ഈ 3 ഇടങ്ങളിലാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വിന്യാസം ഈ 3ഇടത്തും ഉണ്ട്. വലിയ പ്രതിഷേധം ഇഡിക്കെതിരായി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. JMMന്റെ പ്രവർത്തകർ വലിയ രീതിയിലാണ് പ്രതിഷേധവുമായി എത്തിയത്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ അത് ഇഡിയുടെ ഭാഗത്തും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നീക്കങ്ങൾക്കും ഒടുവിൽ ഹേമന്ത് സോറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹേമന്ത് സോറിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇഡി ഉന്നയിക്കുന്ന വാദം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ 600 കോടിയുടെ ഈ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 14ഓളം പേരെയാണ് ഇഡി ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇഡി അതിന്റെ നീക്കങ്ങൾ അതിശക്തമായി, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കടുപ്പിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. എന്തായാലും ഹേമന്ത് സോറിനെ ഇപ്പോൾ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുഹൈൽ, അച്യുതൻ, 600 കോടിയുടെ ഭൂമി ഇടപാട് ഖനന അഴിമതി കേസിൽ തുടർച്ച ഇഡി സമൻസിൽ അതിൽ ഹാജരാകാതെ ഇന്ന് മാത്രമാണ് ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഹാജരായത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പകരം ബാറ്റിന് ഒരാൾക്ക് കൈമാറി രാജിവെച്ച് ഇപ്പോൾ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായി ദില്ലിയിലടക്കം CBI ഇതുപോലെ ഡൽഹി മന്ത്രിസഭയെ വേട്ടയാടുന്നു. ഇപ്പോൾ ജാർഖണ്ഡിലും സമാനമായ ഒരു സാഹചര്യം ഇഡി ഉപയോഗിച്ച് നടക്കുന്നു. അങ്ങനെ ഇഡി വേട്ടയാടൽ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വീണ്ടും ശക്തിപ്പെടുത്താൻ ഉതകുന്ന ഒരു അറസ്റ്റ് ആയിരിക്കില്ലേ ഹേമന്ത് സോറന്റെ അറസ്റ്റ്? തീർച്ചയായിട്ടും സുഹൈൽ, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ വേട്ടയാടലിന്റെ ഭാഗമാണ് ഇഡിയുടെ നടപടി എന്നായിരിക്കും ഉറപ്പായും ഇന്ത്യ സഖ്യം ഉയർത്തുക. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ഭാഗമായ ഒരു പാർട്ടി കൂടിയാണ് JMM. മുന്നണിയിലെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയാണ്. ഒപ്പം തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഹേമന്ത് സോറൻ. ആ ഹേമന്ത് സോറനുള്ള ഇഡി നീക്കങ്ങൾ അത് ജാർഖണ്ഡിൽ ഒരു പക്ഷേ BJPക്ക് തിരിച്ചടിയായി മാറിയേക്കും. അത്തരം സാഹചര്യങ്ങളും മുൻപിലുണ്ട്.
ഈ കഴിഞ്ഞ ഈ മാസം ജനുവരി 20-നായിരുന്നു ഈ 7 സമൻസുകൾ അവഗണിച്ച് അദ്ദേഹം 8ാമത്തെ സമൻസിന് ഹാജരാകുന്നത്. അന്ന് ED ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ 9ാമത് സമൻസ് നൽകിയത്. അതിൽ അദ്ദേഹം ഇന്ന് ഹാജരാകാനുള്ള സന്നദ്ധത അറിയിക്കുകയും തുടർന്നാണ് ഇത്തരമൊരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉയർത്തുന്നത് ഇത് അഴിമതിയുടെ ഉന്മൂലനമല്ല, പ്രതിപക്ഷത്തിന്റെ ഉന്മൂലനമാണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണം. ഈ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കാത്തവരെ ജയിലിൽ അടയ്ക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അത്തരം രീതികളിലേക്ക് രാജ്യം മാറുന്നു എന്നുള്ള ഒരു വിമർശനവും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഹേമന്ത് സോറിന്റെ അറസ്റ്റിനെ വലിയ തരത്തിൽ ഒരു പ്രചാരണമാക്കി ഉറപ്പായും പ്രതിപക്ഷം മാറ്റും. ഡൽഹിയിലും സമാന സാഹചര്യമാണുള്ളത്. ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് 5ാമത്തെ സമൻസും നൽകിയിട്ടുണ്ട്. അതും ഒരു പക്ഷേ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് അതും കടന്നേക്കും. ആവർത്തിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വിമർശനം ഇത് തന്നെയാണ്, പ്രതിപക്ഷ വേട്ടയാടൽ. അത് BJP അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി, ലക്ഷ്യങ്ങൾക്കായി EDയെ ദുരുപയോഗം, ദേശീയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നുള്ളത് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പശ്ചിമ ബംഗാളിൽ നോക്കിക്കഴിഞ്ഞാൽ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ED പിടിമുറുക്കിയിരിക്കുകയാണ്. ഡൽഹിയിലേക്ക് വന്നാൽ അത് മദ്യനയ അഴിമതി കേസിലാണ്. അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ED അവരുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള പിടിമുറുക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒടുവിൽ ഹേമന്ത് സോറിന്റെ അറസ്റ്റിലേക്കാണ് ഇത് കടന്നിരിക്കുന്നത്. സുഹൈൽ, ശരി, കേസിൽ ഇതുവരെ 14 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ചെവി രഞ്ജൻ IAS ഓഫീസർ ഉൾപ്പെടെ. ഇപ്പോൾ ഇതാ ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഹേമന്ത് സോറിനടക്കം അറസ്റ്റിലായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ED ഉപയോഗിച്ചുള്ള വേട്ടയാടൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ആരോപണം പ്രതിപക്ഷം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല.